കഷ്ടകാലം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാ ഏത് ഞാഞ്ഞൂലും തലപൊക്കുമെന്നാ പറയുന്നത്. എന്ന് വെച്ച് ആളും തരവൊക്കെ നോക്കണ്ടേ? എന്താ നിന്റെ ഉദ്ദേശം? അന്ന് അവിടെ വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റഞ്ഞത് ഇന്ന് നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കോ? പണിക്കൂട്ടം തീർത്ത് ഇവിടെ ഇട്ട് കഴിഞ്ഞാലേ ചീഞ്ഞ് നാറുമ്പോഴേ നാട്ടുകാർ വിവരം അറിയൂ. പ്ലാമൂട്ടിലെ യോഹന്നാനും ഇങ്ങനെ തന്നെ. ആ നാവ് കൊണ്ടേ ആളെ കൊല്ലു. ആയുധം എടുത്താ കയ്യും കാലും വിറയ്ക്കും. പക്ഷെ ഞാനങ്ങനെയല്ല. ആയുധം എടുക്കുകയും ചെയ്യും, കൃത്യമായിട്ട് കൊള്ളന്റെ അടുത്ത് കൊള്ളിക്കുകയും ചെയ്യും. നീ ആർക്ക് നേരെയാ കളിച്ചെന്നറിയാമോ? മാണിക്കോത്തും മഹേന്ദ്രന് നേരെ. അങ്ങനെ ഒരു ആലോചന നിന്റെ ഈ കൊച്ചു തലയ്ക്കകത്ത് വന്നപ്പോ തന്നെ നിന്റെ ഈ തലയുടെ കാര്യം പോയതാ. ഇനി നീ ഈ കാര്യം ചിന്തിക്കണ്ട. നിനക്കിനി ഈ പേട്ട് തല വേണ്ട. ചാച്ചപ്പനെ കയ്യിലെടുത്ത് നീ കളിച്ച കളിക്ക് ഒരു മറുപണി. അത്രയും വിചാരിച്ച മതി ഇത്. ഇനി ഇതിന്റെ ചൂടും ചൂരും തീരും മുമ്പ് പുതിയ തന്ത്രങ്ങളുമായിട്ട് നീയും നിന്റെ അപ്പനും കൂടി വന്ന പിന്നെ രണ്ടുപേർക്കും കൂടെ ഒറ്റ കുഴി പള്ളിപ്പറമ്പിൽ കുത്താൻ പറഞ്ഞിട്ട് വേണം വരാൻ. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? നിനക്ക് പോവാനുള്ള വാഹനം എത്തിയിട്ടുണ്ട്. എത്ര നേരത്തെ വിളിച്ചു പറഞ്ഞാലും നായകൻ വില്ലനെ അടിച്ചിട്ട് ശേഷം പോലീസ് വരൂ എന്ന പഴയ സിനിമയിലെ ക്ലൈമാക്സിന് യാതൊരു മാറ്റവും നീ വരുത്തിയില്ലല്ലോടാ. കഷ്ടം തന്നെ. അതൊക്കെ ഇരിക്കട്ടെ, നീ എപ്പോഴാ ഈ പോലീസിന്റെ പണി തുടങ്ങിയത്? നിങ്ങളെ പോലുള്ള ഒരു പണിയെടുക്കാത്തോണ്ടാണല്ലോ ഞങ്ങളെ പോലുള്ളവർക്ക് പണിയെടുക്കേണ്ടി വരുന്നത്. വലിയ വർത്താനവും പറഞ്ഞോണ്ട് നിൽക്കാതെ അവനെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. നിന്നെ പിന്നെ ഞാൻ എടുത്തോളാവേ. ഓ, വരവങ്ങ് വെച്ചിരിക്കുന്നു സാറേ. പിടിച്ചു കയറണോ? കൊണ്ടുപോടാ ഇങ്ങോട്ട്. ആ ജീപ്പി കയറ്റി.